ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തു അല്ലെ? ഇനി കുറച്ച് ദിവസം കൂടി, വിരലിലുണ്ടാവുന്ന ദിവസം കൂടി നമുക്ക് ക്രിസ്മസ് എക്സാമിനുള്ളൂ. അപ്പൊ മിസ് ഇവർക്ക് എപ്പോഴും ഇപ്പൊ ലൈവിന്റെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ കോണ്ടന്റ് വീഡിയോസിന്റെ അടിയിലാണെങ്കിലും ഇവർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, എത്ര വരെ പഠിക്കണം ക്രിസ്മസ് എക്സാമിന്, ഏത് വരെയാണുള്ള മിസ്സേ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റ് ടേമിലത്തെ പോർഷൻസ് പഠിക്കണോ, ഇനി അതല്ല എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാനായിട്ടുണ്ടോ, ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഇവർക്ക് ഉണ്ടായിരിക്കും. അതെ, അതായത് നമ്മൾ ഫസ്റ്റ് ടേം ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബയോളജിയിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായും നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾ ഓൾറെഡി എന്തായാലും പഠിച്ച ആൾക്കാരാണ്. ഒന്ന് റിവിഷൻ കഴിക്കുക, ആവശ്യമുള്ളൂ. പക്ഷെ അത് വായിക്കാതെ നിങ്ങൾ എക്സാമിന് പോവാൻ പാടില്ല. കാരണം ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഉറപ്പാണെന്ന് തന്നെ പറയാം. എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അതിനുശേഷമുള്ള ചാപ്റ്റർ തൊട്ട് നമ്മുടെ ഏതാണ് കീപ്പിംഗ് ഡിസീസസ് സർവേ, അതേപോലെ തന്നെ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ്, പിന്നെ നമ്മുടെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ, ഇത് വരെയാണ് ഈ 4 ചാപ്റ്റേഴ്സ് പ്ലസ് നിങ്ങളുടെ ഫസ്റ്റ് ടേമിലെ 3 ചാപ്റ്റേഴ്സ്. ഇത്രയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കുക. ആൻഡ് എന്താ പറയുക, സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് അവസാനത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവിലൊക്കെ. അതായത് മീൻസ് കംപ്ലീറ്റ് ഈ 2 പാർട്ടും 2 ടെക്സ്റ്റ് ബുക്കും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്രിസ്മസ് സ്കൂളുകളിലൊക്കെ എടുത്ത് കഴിഞ്ഞു, ചാപ്റ്റേഴ്സും കഴിഞ്ഞു. അപ്പൊ കുറെ പേര് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇനി അതും ഉണ്ടോ എന്നുള്ളത് ഇല്ല. ലാസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇപ്പൊ ഇല്ല. അതായത് നമ്മുടെ എവല്യൂഷൻ അല്ലെ, പരിണാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ് ലാസ്റ്റത്തെ ചാപ്റ്റർ. അത് നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ കൺഫ്യൂഷൻ ഇല്ല, അതായത് നാളെയുടെ ജനിതകം. ഈ ഒരു ചാപ്റ്റർ പല സ്കൂളുകളിലും ചിലപ്പം എടുക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, 6ാമത്തെ ചാപ്റ്റർ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് അല്ലെ, ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. അപ്പം കുറെ സ്കൂളിലൊക്കെ അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ചാപ്റ്റർ, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അപ്പൊ ആ ഒരു ചാപ്റ്റർ ചിലപ്പം കുറെ സമയം എടുത്ത് ഇവർ പഠിപ്പിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ സ്കൂളിൽ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് അവരെ മാറ്റി കൊടുക്കും. എന്തായാലും ടീച്ചേഴ്സ് ആ ക്വസ്റ്റ്യൻസ് മാറ്റും. ഇനി അതല്ല ആ ഒരു അവസാനത്തെ ചാപ്റ്റർ അവർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൽ നിന്ന് വരുന്ന ഉത്തരങ്ങൾ എഴുതിയിരിക്കണം, അതോടെ പഠിച്ചിരിക്കണം. അപ്പൊ ഇതിന് ഇനി ടെൻഷനൊന്നും വേണ്ട. ഇനി എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഈ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിന് എങ്ങനെയായിരിക്കും, അൺട്രാവലിംഗ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. അതിനിതാ നമ്മൾ ഉള്ളിടത്തോളം നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്രിസ്മസ് പരീക്ഷയുടെ തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും നമ്മളിങ്ങനെ നിർത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഏകണ്ട ലൈവ് മിസ് ചെയ്യാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു ലൈവ് ആണ്. ചിലപ്പോൾ നിങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ അടിപൊളി മാരത്തോണും അതേപോലെ PYQ സെഷൻസും ഒക്കെ നമ്മൾ വെക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ എന്തായാലും ഫുൾ മാർക്ക് വാങ്ങൂലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഒരു കാര്യമുള്ളൂ, എന്താണ്, ലൈവ് കാണാൻ വരാം. പക്ഷെ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എല്ലാവരോടും പറയണം, എല്ലാവരെയും കൂട്ടി വേണം വരാനായിട്ട്. അതെ, അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ കാര്യം അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് നമ്മുടെ ലൈവിന്റെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ്, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അപ്പൊ കിട്ടണം, നിങ്ങൾക്ക് വേഗം അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ക്രിസ്മസ് പരീക്ഷ പേടിക്കേണ്ട, ഏകനുണ്ട് കൂടെ നമ്മൾ പൊളിച്ചിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.